ഹലോ. അപ്പം ഞാൻ ഇന്നൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് വന്നത്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പഴം കൊണ്ടിട്ടൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്. പഴക്കേക്ക് എന്ന് പറയാം, കോഴിമുട്ട ബനാന മറിച്ചത് എന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, 5 കോഴിമുട്ട, 3 ഏലക്കായ, ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ ലേശം പാല്, നെയ്യ്. അപ്പോൾ പഴത്തിനനുസരിച്ച് നമുക്ക് മധുരം ചേർക്കാം. പക്ഷെ മധുരം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ 5 കോഴിമുട്ട പൊട്ടിച്ചത്, അതിലേക്ക് പഞ്ചസാര, ഏലക്കായ, ആവശ്യത്തിന് പാല് ഇതൊക്കെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു പഴം വഴറ്റാനുള്ളൊരു പാത്രം അടുപ്പത്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ട് അരിഞ്ഞ് വെച്ച പഴം അതിലിട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. അതിലേക്ക് പിന്നെ ഏലക്കായ ചേർക്കണ്ട, പഞ്ചസാര ചേർക്കണം. പഞ്ചസാര ചേർത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ മൊരിയിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ നല്ലോണം നല്ലൊരു കുഴഞ്ഞ രൂപത്തിൽ ആയി വരണം കേട്ടോ പഴം. അങ്ങനെ ആയി വന്നതിന് ശേഷം നമുക്ക് ആ ബീറ്റ് ചെയ്ത് വെച്ച കോഴിമുട്ടേൻ്റെ മിക്സിലോട്ട് അത് മാറ്റുക. എന്നിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഞാൻ അതേപോലെ നെയ്യാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം നെയ്യൊന്ന് ചൂടായതിൻ്റെ ശേഷം നമുക്ക് ഈ പഴവും കോഴിമുട്ടയും കൂടി മിക്സ് ചെയ്ത് വെച്ച മിക്സ് നമുക്ക് അതിലോട്ട് ഒഴിക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ആവി പുറത്ത് പോകാതെക്കാൻ വേണ്ടി ഞാനൊരു ഗ്രാമ്പു അവിടെ വെച്ചിട്ടുണ്ട്. ആവി പുറത്ത് പോകാത്ത വിധത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 10-20 മിനിറ്റ്, 20 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. 20 മിനിറ്റ് നന്നാക്കി വേവിച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ പൊന്തി വരും. എന്നിട്ട് നമുക്കൊരു ഫോർക്ക് കൊണ്ട് എന്തുകൊണ്ട് കുത്തി കൊടുക്കുക, ഉള്ളു വെന്തിക്കണോ നോക്കുക. നല്ല വെന്തതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ഞാനിത് സ്ലൈസ് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും.